കാസർഗോഡ് ഇടയിലക്കാട് വാനരക്കൂട്ടത്തിന് പതിവ് പോലെ ഇത്തവണയും ഓണസദ്യയൊരുക്കി. 19ാം വർഷമാണ് മുടക്കമില്ലാതെ കാവിലെ വാനരന്മാർക്ക് സദ്യയൊരുക്കി നൽകുന്നത്. ഇടയിലേക്കാട് കാവിന് പുറത്ത് സദ്യക്കായി ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് തൂശനില വിരിച്ചു. സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉപ്പു ചേർക്കാത്ത ചോറ് വിളമ്പി. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമെല്ലാം ഓരോന്നോരോന്നായി ഇലയിൽ നിറഞ്ഞു. വള്ളിപ്പടർപ്പുകളിലും മരക്കൊമ്പുകളിലും സദ്യക്കായി കാത്തിരുന്ന വാനരക്കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരായി എത്തി പതിയെ വിഭവങ്ങൾ ഓരോന്നായി രുചിച്ചു തുടങ്ങി. ചോറിന് പുറമെ ക്യാരറ്റ്, പപ്പായ, തക്കാളി, ബീട്രൂട്ട്, കക്കിരിക്ക, വെള്ളരിക്ക, ഉറുമാമ്പഴം, പേരക്ക, സപ്പോട്ട, നെല്ലിക്ക തുടങ്ങിയ പച്ചക്കറി വിഭവങ്ങൾ. സാധാരണയായി കിട്ടാത്ത പഴുത്ത ചക്കച്ചുളകളായിരുന്നു ഇത്തവണത്തെ വാനരസദ്യയിലെ സ്പെഷ്യൽ ഐറ്റം. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥശാല ബാലവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാനരസദ്യയുടെ 19ാം വർഷമായതിനാൽ ഇത്തവണ 19 വിഭവങ്ങളാണ് വിളമ്പിയത്. ആഘോഷം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹജീവി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇടയിലേക്കാട് നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു ഓണസദ്യ ഇടയിലേക്കാട് കാവിലെ വാനരന്മാർക്കായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാനരന്മാരാദ്യം ഒന്ന് അല്പം മടിച്ച് നിന്നെങ്കിലും എല്ലാ വാനരന്മാരും എത്തിയില്ലെങ്കിലും വലിയ ആഘോഷപൂർവ്വം ഈ വാനര സദ്യ ഇന്നിവിടെ നടന്നിട്ടുണ്ട്. 19 വിഭവങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളുമായിട്ട് ഇന്നിവിടെ വിളമ്പിയിട്ടുള്ളത്. വാനരന്മാരെ 2 പതിറ്റാണ്ടായി ചോറൂട്ടിയ ചാലിൽ മാണിക്കമ്മ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടപ്പിലാണ്. മാണിക്കമ്മയുടെ കുടുംബമാണ് വാനരസദ്യക്കുള്ള വിഭവങ്ങൾ കുട്ടികൾക്ക് നൽകിയത്. തുടർന്ന് മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ സദ്യയൊരുക്കി ഘോഷയാത്രയായി കാവിലേക്ക്. പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഓണപ്പാട്ടുകളും ശാസ്ത്രഗാനങ്ങളും ആലപിച്ച് കുട്ടികൾക്കൊപ്പം അണിനിരന്നു. വാനരപ്പട ഓണസദ്യയുണ്ടെന്ന കൗതുക കാഴ്ച കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.